മനുഷ്യന്റെ പൂർവികർ പല ഭൂഖണ്ഡങ്ങളിലേക്കും പലായനം ചെയ്തത് നമ്മൾ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഈ പലായനം ചെയ്തതൊക്കെ റോഡുകളിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ റോഡ് ഉണ്ടായിരുന്നു എന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ശരിയാണ്, അന്ന് റോഡ് ഉണ്ടായിരുന്നില്ല, എന്നാൽ അന്ന് റോഡ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ റോഡ് വികസിച്ചത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. കാൽനടയായി സഞ്ചരിച്ച് തെളിഞ്ഞു വന്ന വഴികളാണ് പിൽക്കാലത്ത് ഓരോ തരത്തിൽ ഡെവലപ്പ് ചെയ്ത് വികസിച്ച് ഇന്ന് നാം കാണുന്ന റോഡുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ 1,50,000 കിലോമീറ്ററിലധികം ദൈർഘ്യത്തിൽ കേരളത്തിൽ റോഡുണ്ട്. ഇത് പല വിഭാഗങ്ങൾക്ക് കീഴിലാണ്. ഇതിൽ കേരള പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ വരുന്നത് ഏകദേശം 30,000 കിലോമീറ്ററോളം റോഡ് മാത്രമാണ്. ബാക്കി അത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ വിഭാഗങ്ങളുടെ കീഴിലും വരുന്ന റോഡുകളുടെ വികസനം ഓരോരോ രീതിയിലാണ് നടക്കുന്നത്. ഇനി ഇപ്പോഴത്തെ കേരളത്തിൽ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ടുള്ള റോഡുകളുടെ ദൈർഘ്യം നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ വർധനമൊന്നും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 1980കളോടുകൂടി റോഡിൻ്റെ ദൈർഘ്യം കൂടുന്ന ഒരു പ്രവണത കേരളത്തിൽ വലിയ തോതിൽ കുറഞ്ഞു. അതുവരെ കേരളത്തിലുണ്ടായിരുന്ന വാഹനപ്പെരുപ്പത്തിൻ്റെ 5 ഇരട്ടിയായിരുന്നു റോഡിൻ്റെ ദൈർഘ്യം കൂടിക്കൊണ്ടിരുന്നതെങ്കിൽ 80കൾക്ക് ശേഷം വാഹനപ്പെരുപ്പം വല്ലാതെ വർദ്ധിക്കുകയും റോഡിൻ്റെ ദൈർഘ്യം കൂടാതെ വരികയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഗ്രാഫ് സഹിതം ഞാനതെൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള റോഡ് വികസനം 80കൾക്ക് ശേഷം നമുക്ക് വാഹനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ എത്തരത്തിലുള്ള റോഡ് വികസനമാണ് വേണ്ടത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതിൽ കൗതുകകരമായ ഒരു കാര്യം, 2016 കേരളത്തിലെ റോഡുകളിൽ ആകെ ഉണ്ടായിരുന്ന 2 വരി പാതകൾ മൊത്തം റോഡിൻ്റെ 10%. അത് 2024 എത്തിയപ്പോൾ 50% എത്തി എന്നുള്ളത് സാമ്പത്തിക അവലോകനത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 2 വരി പാതകളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ റോഡിൻ്റെ വികസനം നടക്കുന്നത് ദൈർഘ്യത്തിലല്ല, മറിച്ച് വീതിയിലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഒരു വ്യത്യാസത്തിലുമാണ്. ഇപ്പോൾ BMBC എന്ന് പറയുന്ന ഒരു ടാറിങ്, പണ്ടൊക്കെ റബ്ബറൈസ്ഡ് ടാറിങ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതിൻ്റെ ഒരു കുറച്ചുകൂടി ആധുനികമായ ഒരു രൂപമാണ് BM&BC, ബിറ്റുമിനൈസ്ഡ് മെക്കാഡം ബിറ്റുമിനസ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ. അതുപയോഗിച്ച് റോഡ് പണിത് കഴിഞ്ഞാൽ റോഡിൻ്റെ പ്രതലം വളരെ സ്മൂത്ത് ആവും. അതായത് നമ്മൾ ചിപ്പ് കാർപ്പറ്റ്, സാധാരണയുള്ള കാർപ്പറ്റ് റോഡുകളിലൂടെ 30 കിലോമീറ്റർ സ്പീഡിലേ നമുക്ക് പോകാൻ കഴിയുകയുള്ളെങ്കിൽ BMBC റോഡിലൂടെ അത് 60 കിലോമീറ്റർ വേഗതയിൽ പോയാലും നമുക്ക് മറ്റ് അസ്വസ്ഥതകൾ തോന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അത്ര സുഗമമായ ഒരു സ്മൂത്തി റൈഡിങ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിലാണ് റോഡ് നമ്മുടെ നാട്ടിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. നടപ്പാതകൾ, ഓടകൾ, ആവശ്യത്തിനുള്ള സൈനേജുകൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇങ്ങനെ സമഗ്രമായി ഇത്തരം ഘടകങ്ങളെല്ലാം ചേരുമ്പോഴാണ് റോഡ് വികസനം എന്ന് പറയുന്നത് സാധ്യമാവുക. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള 30,000 കിലോമീറ്ററോളം റോഡിൻ്റെ ഏതാണ്ട് 2/3 BMBC റോഡുകളായി ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ പുതിയ ഒട്ടേറെ മെത്തേഡുകൾ അവലംബിച്ചു. ഈ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ്, റണ്ണിങ് കോൺട്രാക്റ്റ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നതോടുകൂടി കുഴികളുള്ള റോഡിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കുഴികൾ റോഡിൽ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെ നമുക്ക് ഇത്തരത്തിൽ കുഴിരഹിതമാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. എങ്കിൽ പോലും ഈ റോഡ് വികസനം എത്രമാത്രം ഗുണകരമായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നതാണ് പ്രധാനമായിട്ടും ഈ പഠനത്തിലൂടെ പരിശോധിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം. വാഹനപ്പെരുപ്പത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. കാരണം അത് അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് നമുക്ക് നിയതമായ ഒരു നിയമമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നയമോ ഒന്നും നമ്മുടെ നാട്ടിൽ ഇന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നമുക്കറിയാം, പണ്ടൊക്കെ വീട്ടിലൊരു വാഹനം എന്ന് പറയുന്ന ഒരു ആഡംബര വസ്തുവായിരുന്നു. ഒരു സൈക്കിള് പോലും ആഡംബര വസ്തുവായിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മിക്കവാറും സാമാന്യ ഒരു ഇടത്തരം കുടുംബത്തിന് മുകളിലേക്കുള്ള ആളുകളുടെയൊക്കെ വീട്ടിൽ കുറഞ്ഞത് 2 വാഹനങ്ങളെങ്കിലും കാണും. ഒരു 4 വീലറും ഒരു 2 വീലറും കാണും എന്നുള്ളതാണ് വസ്തുത. ഈ വികസിത രാജ്യങ്ങളിലെ ഒരു പ്രവണത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആളുകൾ ചെറിയ വാഹനത്തിൽ നിന്ന് വലിയ വാഹനത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവർ ചെറിയ വാഹനങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഈ 4 ചക്ര വാഹനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവർ ഇരുചക്ര വാഹനം
സ്വാഭാവികമായിട്ടും ഉപേക്ഷിക്കും. അതിനവർക്ക് സാമ്പത്തികമായ സ്ഥിതിയിലുള്ള അവരുടെ ഉയർച്ച അതിനകത്ത് ഒരു ഘടകമാണ്, അവിടുത്തെ കാലാവസ്ഥ ഒരു ഘടകമാണ്, അങ്ങനെ പല ഘടകങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. നമ്മുടെ നാട്ടിൽ ആളുകൾ ഇരുചക്രവാഹനം വാങ്ങും, അത് കഴിഞ്ഞ് നമുക്കൊരു കാറ് വാങ്ങാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായാൽ കാറും വാങ്ങും, ഒപ്പം നമ്മൾ ഇരുചക്രവാഹനവും ഉപയോഗിക്കും എന്നുള്ളതാണ് വസ്തുത. നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് വാഹനത്തിൻ്റെ മൈലേജാണ്, വാഹനത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള ചെലവാണ്. അപ്പോൾ ഒരു കാർ എടുത്തുകൊണ്ട് പുറത്ത് പോകുന്നതിനേക്കാൾ നമുക്ക് 4-1 ചെലവേ ഇരുചക്രവാഹനവുമായിട്ട് പോയാൽ ഉണ്ടാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യും. അത് കുടുംബമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ നമുക്ക് മടിയില്ല. ഇരുചക്രവാഹനത്തിൽ 2 യാത്രക്കാർ മാത്രമാണ് യാത്ര ചെയ്യേണ്ടതെങ്കിലും 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ, 2 കുട്ടികൾ ഉൾപ്പെടെ 4 അംഗങ്ങളുള്ള ഒരു കുടുംബം മുഴുവനോടെ ഈ 2 വീലറിൽ പോയി യാത്ര ചെയ്യുന്ന സ്ഥിതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പോലും ഒരു വലിയ കാരണമാകുന്നുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ശരിക്കും വാഹനാപകടങ്ങളിൽ ഏറ്റവും അധികം മരിക്കുന്നത് ഇരുചക്രവാഹന യാത്രക്കാരാണ്. ഈ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം കുറച്ചാൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രാഥമികമായിട്ടൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പോൾ നമുക്കറിയാം, ഈ 380 cc മുകളിൽ പവറുള്ള ബൈക്കുകൾ വളരെ വ്യാപകമായി ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഒട്ടേറെ ചെറുപ്പക്കാർ മരിക്കുന്നതും ആ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടാണ്. നമ്മുടെ നിരത്തുകൾക്കും ഈ 350 cc മുകളിൽ പവറുള്ള ഇരുചക്ര വാഹനങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒന്നടങ്കം വാഹനങ്ങൾ നിരോധിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കാം ഇതിനകത്ത് പ്രായോഗികമാവുക. പിന്നെ വാഹനങ്ങളെ സംബന്ധിച്ചിപ്പോൾ കാർ ഉപയോഗിക്കുന്നവർ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള കാർ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുന്നത് മൈലേജാണ്. 1 കിലോമീറ്ററിന് 1 ലിറ്റർ പെട്രോളിൽ അല്ല ഡീസലിൽ 20-25 കിലോമീറ്റർ ഓടുന്ന വാഹനമാണ് നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. അത്തരം വാഹനങ്ങൾക്ക് പലപ്പോഴും വെയിറ്റ് കുറവായിരിക്കും, ബോഡി വെയിറ്റ് കുറവായിരിക്കും. ഇത് അപകടത്തിൽപ്പെട്ടാൽ ആളുകൾ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് ആളുകൾ വാഹനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ വാഹന പെരുപ്പം നിയന്ത്രിക്കാൻ മറ്റൊന്ന് പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. അപ്പോഴും എത്രമാത്രം ആളുകൾ ഈ പൊതുഗതാഗതത്തെ ആശ്രയിക്കാൻ സന്നദ്ധനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ബസ്സിന് വേണ്ടി കാത്തു നിൽക്കാനുള്ള സമയം നമുക്കില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ അക്ഷമരാകും. അപ്പോഴേക്കും ഒരു 2-3 മിനിറ്റ് താമസം നമ്മൾ അക്ഷമരാകും. അതുപോലെ നമ്മളുടെ സൗകര്യത്തിന് പോകണമെങ്കിൽ ചിലപ്പോൾ ഈ പൊതുഗതാഗതത്തെ ആശ്രയിച്ചാൽ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ആളുകൾ അവരവരുടെ വാഹനങ്ങളിലേക്ക് മാറുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുകയും നിയമപരമായ കാര്യങ്ങളിലൂടെ നഗരത്തിലും മറ്റ് സ്ഥലങ്ങളിലും ഈ വാഹനങ്ങൾ ഇറങ്ങുന്നത് നിയന്ത്രിക്കുകയും ചെയ്താൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അതിനെ വാഹനപ്പെരുപ്പത്തെ കുറച്ചുകൊണ്ടുവരാനോ അല്ലെങ്കിൽ നിരത്തുകളിലെ വാഹനപ്പെരുപ്പത്തെ നിയന്ത്രിക്കാനോ സാധിക്കുകയുള്ളൂ.